നിയമസഭാ സമ്മേളനം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. ധനാഭ്യർത്ഥന ചർച്ചയാണ് സഭയിൽ തുടർന്നു പോകുന്നത്. ഇന്ന് പ്രധാനമായും സഭയുടെ പരിഗണനയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ചർച്ചകൾക്ക് പുറമെ എന്താണ്? തീർച്ചയായും സ്വാഭാവികമായും ഇന്നത്തെ ഒരു നടപടിക്രമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ധനാഭ്യർത്ഥനയാണ് ഇന്നും സഭയിൽ തുടരുന്നത്. ധനാഭ്യർത്ഥന ചർച്ചകൾ ഇന്ന് തുടരുമ്പോൾ 3 വകുപ്പുകൾ വനം, അതോടൊപ്പം തന്നെ ക്ഷീരവികസനം തുടങ്ങിയ വകുപ്പുകളിൽ ഊന്നിയാണ് ഇന്നത്തെ പ്രധാന ചർച്ചകൾ നടക്കുക. ചർച്ചയ്ക്ക് ശേഷം അതാത് വകുപ്പുകളുടെ മന്ത്രിമാർ ഈ ചർച്ചകൾക്ക് മറുപടി പറയുന്നതായിരിക്കും. അതിനു പുറമെ രാവിലെ 9 മണിക്ക് ചോദ്യോത്തരവേള ആരംഭിക്കും. 10 മണിക്ക് ചോദ്യോത്തരവേള പൂർത്തിയായതിനു ശേഷം പ്രതിപക്ഷം സ്വാഭാവികമായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. അടിയന്തര പ്രമേയത്തിന്റെ പേരൊക്കെ ഒരല്പം ഇത്തവണ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നിയമസഭയിൽ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്ന രീതിയിലാണ് അതിപ്പോൾ നൽകുന്നത്. ഈ ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകുന്നതായിരിക്കും. അതിൻ്റെതായ രീതിയിൽ സഭ പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ളത് സ്പീക്കർ തീരുമാനിച്ച് അതിൽ ഏത് രീതിയിലുള്ള നടപടിയാണ് പിന്നീട് പ്രതിപക്ഷം സ്വീകരിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നിർണായകമാകുന്നത്. കാരണം ചില നോട്ടീസുകൾ സഭയ്ക്ക് പരിഗണിക്കുവാൻ സാധിക്കില്ല. അതിൻ്റെ ചട്ടങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സ്പീക്കർ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സഭ പരിഗണിക്കാൻ സഭയ്ക്ക് കഴിയാത്ത ചില ഉപക്ഷേപങ്ങൾ വരുമ്പോൾ അത് സ്വാഭാവികമായും തള്ളുകയാണ് ചെയ്യുന്നത്. അത് നോട്ടീസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നോട്ടീസ് ആദ്യം പരിഗണിച്ച് അതിന്മേലൊരു മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിന് അനുമതി നിഷേധിക്കുക. ഏതായാലും അത് സ്വാഭാവിക പ്രക്രിയയായി ഇന്നും തുടരും. പ്രതിപക്ഷത്ത് നിന്നും അതിന് ആ രീതിയിലുള്ള നോട്ടീസ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇന്നൊരു ബില്ല് കൂടി പരിഗണിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇന്നത്തെ ഒരു സഭയിലെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്. പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു മാറ്റം വരികയാണ്. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമാവുകയാണ്. അത് ഏത് രീതിയിലാണ് അത് ഇനി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മളിങ്ങനെ വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിലൊക്കെ ആ രീതിയിലൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് നമ്മളും അവരോടൊപ്പം തന്നെ മാറുകയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എന്ന് പറയുന്ന ചിന്തയിലേക്കൊക്കെ നമ്മൾ കടക്കുകയും അത് പ്രാബല്യത്തിൽ വരുത്തി തുടങ്ങുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഈ 4 വർഷ ബിരുദ കോഴ്സുകൾ എന്ന് പറയുന്നത്. ആ രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ അതിനെ കാണുന്നു. മറ്റൊന്ന് നിയമസഭയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഷീജ നമ്മളോട് സംസാരിച്ചത്.